ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഇന്നത്തെ കഥ ഇതാണ്. നഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങൾ. അഞ്ജലിയും അർജുനും തങ്ങളുടെ കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ച് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇരട്ടക്കുട്ടികൾ ആയിരുന്നു. അവർക്ക് ധാരാളം കളിപ്പാട്ടങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ അവർ ഒരിക്കലും അവയെ പരിപാലിക്കുന്നില്ലായിരുന്നു. അവയെ വീടിനു ചുറ്റും ഇട്ടുവെക്കുകയോ മുഷിഞ്ഞാൽ മൂലയിൽ എറിയുകയോ ചെയ്യും. അവർ ഒരിക്കലും അവ വൃത്തിയാക്കുകയോ ശരിയായി വെക്കുകയോ ചെയ്തിട്ടില്ല. ഒരു ദിവസം അവരെ ഒരു പാഠം പഠിപ്പിക്കാൻ അവരുടെ അമ്മ തീരുമാനിച്ചു. താൻ ചന്തയിൽ പോകുകയാണെന്നും താൻ പോകുമ്പോൾ മുറി വൃത്തിയാക്കണമെന്നും അവൾ അവരോട് പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തില്ലെങ്കിൽ കൂടുതൽ വിലമതിക്കുന്ന ഒരാൾക്ക് അവരുടെ കളിപ്പാട്ടങ്ങൾ നൽകുമെന്ന് അവൾ പറഞ്ഞിട്ട് പോയി. പക്ഷേ അഞ്ജലിയും അർജുനും അമ്മ പറഞ്ഞത് കേട്ടില്ല. അമ്മ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് അവർ തീരുമാനിച്ചു വെച്ചിരുന്നു. അവർ അവരുടെ കളിപ്പാട്ടങ്ങളുമായി കളിക്കുന്നത് തുടർന്നു. അതും മുമ്പത്തേക്കാൾ വലിയ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടായിരുന്നു. അവർ ഒന്നും വൃത്തിയാക്കാൻ മെനക്കെടാതെ കളിപ്പാട്ടങ്ങൾ തറയിൽ ചിതറിക്കിടന്നു. അമ്മ തിരികെ വന്നപ്പോൾ അവരുടെ മുറിയുടെ അവസ്ഥ കണ്ടു ഞെട്ടി. അവൾക്ക് അവരോട് വളരെ ദേഷ്യവും നിരാശയും തോന്നി. അവർ വാഗ്ദാനം ലംഘിച്ചുവെന്നും ഇത്രയും കളിപ്പാട്ടങ്ങൾ കൈവശം വയ്ക്കാൻ അവർ അർഹല്ലെന്നും അമ്മ പറഞ്ഞു. അവൾ ഒരു വലിയ ബാഗ് എടുത്ത് അവരുടെ കളിപ്പാട്ടങ്ങളെല്ലാം ശേഖരിക്കാൻ തുടങ്ങി. അടുത്തുള്ള ഒരു അനാഥാലയത്തിലേക്ക് അതെല്ലാം സംഭാവന ചെയ്യാൻ പോകുകയാണെന്നും അവിടെ കുട്ടികൾ സന്തോഷിക്കുമെന്നും അവർ പറഞ്ഞു. അഞ്ജലിയും അർജുനും സ്തംഭിച്ചുപോയി. അമ്മ ഗൗരവക്കാരിയാണെന്ന് അവർക്ക് മനസ്സിലായി. തങ്ങൾ ചെയ്തത് വലിയ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത് നിർത്താൻ അവർ അമ്മയോട് അപേക്ഷിച്ചു. ക്ഷമിക്കണം എന്ന് പറഞ്ഞു. ഇനി മുതൽ തങ്ങളുടെ കളിപ്പാട്ടങ്ങൾ പരിപാലിക്കുമെന്നും ഇനി ഒരിക്കലും അശ്രദ്ധയാകില്ലെന്നും അവർ പറഞ്ഞു. എന്നാൽ അവരുടെ അമ്മ അവരെ ചെവിക്കൊണ്ടില്ല. ഇത് വളരെ വൈകിപ്പോയെന്നും അവരുടെ പ്രവൃത്തികളുടെ അനന്തരഫലങ്ങൾ അവർ അഭിമുഖീകരിക്കേണ്ടിവരുമെന്നും അവർ പറഞ്ഞു. ഒരുപക്ഷേ ഇത് അവരെ വിലപ്പെട്ട ഒരു പാഠം പഠിപ്പിക്കുമെന്നും കൂടുതൽ ഉത്തരവാദിത്തവും നന്ദിയുള്ളവരുമായിരിക്കാൻ അവർ പഠിക്കുമെന്നും അവർ പറഞ്ഞു. അവൾ കളിപ്പാട്ടങ്ങളുടെ ബാഗും എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി. അഞ്ജലിയും അർജുനും അവരുടെ ഒഴിഞ്ഞ മുറിയിൽ തനിച്ചായി. രണ്ടുപേർക്കും സങ്കടവും കുറ്റബോധവും തോന്നി. അമ്മ പറയുന്നത് കേട്ടിരുന്നെങ്കിൽ കളിപ്പാട്ടങ്ങളുടെ കാര്യത്തിൽ ഇത്ര അശ്രദ്ധമായിരുന്നില്ലെങ്കിലെന്ന് അവർ കൊതിച്ചു. അത് അവരുടെ പിന്നീടുള്ള പെരുമാറ്റത്തിൽ ശ്രദ്ധാലുക്കൾ ആക്കി തീർത്തു. കൂട്ടുകാരെ, ഈ കഥയുടെ ധാർമ്മികത ഇതാണ്: അശ്രദ്ധ മോശമാണ്. അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ചേക്കാം. നാം എപ്പോഴും നമ്മുടെ വസ്തുക്കൾ പരിപാലിക്കുകയും നമുക്കുള്ളതിനെ വിലമതിക്കുകയും വേണം. എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടാലോ? നിങ്ങൾ കഥ ആസ്വദിച്ചുവെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത സ്റ്റോറിയിലേക്ക് പോകാം. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനലിന്റെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. കൂടാതെ ലൈക്ക് ബട്ടൺ അമർത്തി ഈ വീഡിയോ ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് ആസ്വദിക്കൂ. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഇന്നത്തെ കഥ ഇതാണ്. ഹെൽത്തി ചോയ്സ്. ഒരിടത്ത് ആദിയും ആനന്ദിയും എന്ന പേരുള്ള സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. അവർ ഇപ്പോഴും കളിക്കാനും ആസ്വദിക്കാനും ഇഷ്ടപ്പെട്ടിരുന്നവർ ആയിരുന്നു. ചിപ്സ്, ബർഗർ, പിസ്സ, ചോക്ലേറ്റ് തുടങ്ങിയ ജങ്ക് ഫുഡ് കഴിക്കാൻ ആയിരുന്നു അവർക്ക് കൂടുതൽ ഇഷ്ടം. കൂടുതൽ പഴങ്ങളും പച്ചക്കറികളും കഴിക്കാൻ അവരുടെ മാതാപിതാക്കൾ എപ്പോഴും പറഞ്ഞിരുന്നു. പക്ഷേ അവർ ഒരിക്കലും അത് ചെവിക്കൊണ്ടില്ല. ഒരു ദിവസം അവർക്ക് ഒരു സ്കൂൾ പിക്നിക് ഉണ്ടായിരുന്നു. അവിടെ അവർക്ക് ധാരാളം നടക്കുകയും ഗെയിമുകൾ കളിക്കുകയും ചെയ്യേണ്ടി വന്നിരുന്നു. ആദിയും ആനന്ദിയും മറ്റുള്ളവർക്കൊപ്പം അവരുടെ പ്രിയപ്പെട്ട സ്നാക്സുകളും കൊണ്ടുവന്നു. അവരുടെ സുഹൃത്തുക്കൾ സാൻഡ്വിച്ചുകൾ, സാലഡുകൾ, പഴങ്ങൾ തുടങ്ങിയ ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ കൊണ്ടുവന്നു. ആദിയും ആനന്ദിയും അവരുടെ ജങ്ക് ഫുഡ് കഴിച്ച് സന്തോഷിച്ചു. എന്നാൽ താമസിയാതെ അവർക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ക്ഷീണവും അസുഖവും അനുഭവപ്പെട്ടു തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയും ചാടിയും നടക്കുന്ന മറ്റു കൂട്ടുകാരുടെ കൂടെ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർക്ക് വയറുവേദനയും തലവേദനയും ഉണ്ടായി. അപ്പോൾ അവരുടെ അവസ്ഥ ശ്രദ്ധിച്ച ടീച്ചർ എന്താണ് കഴിച്ചതെന്ന് അവരോട് ചോദിച്ചു. ജങ്ക് ഫുഡ് മാത്രമേ കഴിച്ചുള്ളൂ എന്ന് കേട്ടപ്പോൾ ജങ്ക് ഫുഡ് ആരോഗ്യത്തിനും സ്വന്തം ഊർജത്തിനും ഹാനികരമാണെന്ന് അവർ അവരോട് പറഞ്ഞു കൊടുത്തു. ജങ്ക് ഫുഡിൽ ധാരാളം പഞ്ചസാര, ഉപ്പ്, കൊഴുപ്പ് എന്നിവ അടങ്ങിയിട്ടുണ്ടെന്ന് അവർ അവരോട് പറഞ്ഞു. ഇത് പൊണ്ണത്തടി, പ്രമേഹം, ഹൃദയപ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും. ആരോഗ്യകരമായ ഭക്ഷണത്തിൽ ധാരാളം വിറ്റാമിനുകളും ധാതുക്കളും നാരുകളും ഉണ്ടെന്നും അത് അവരുടെ പ്രതിരോധശേഷി, ദഹനം, വളർച്ച എന്നിവ വർദ്ധിപ്പിക്കുമെന്നും അവർ പറഞ്ഞു.
പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, പാലുൽപ്പന്നങ്ങൾ, പ്രോട്ടീൻ എന്നിവ ഉൾപ്പെടുന്ന സമീകൃതാഹാരം കഴിക്കാൻ അവർ അവരെ ഉപദേശിച്ചു. ആദിയും ആനന്ദിയും തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി പശ്ചാത്തപിച്ചു. ടീച്ചറുടെ ഉപദേശം പിന്തുടരാനും കൂടുതൽ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാനും അവർ തീരുമാനിച്ചു. അവർ മാതാപിതാക്കളോട് മാപ്പ് പറയുകയും അവരുടെ വാക്കുകൾ കേൾക്കാമെന്ന് വാക്ക് നൽകുകയും ചെയ്തു. അങ്ങനെ അവരുടെ മാതാപിതാക്കൾ അവരെ ഓർത്ത് സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്തു. അവർ അവർക്ക് കഴിക്കാൻ കുറച്ച് പഴങ്ങളും പരിപ്പുകളും നൽകി. ആദിയും ആനന്ദിയും അവ കഴിച്ചു. പിന്നീട് അവർക്ക് നല്ല സുഖം തോന്നി. അവരും മറ്റു കൂട്ടുകാരോടൊപ്പം കളിച്ചു രസിച്ചു. എങ്ങനെയുണ്ട് കൂട്ടുകാരെ ഈ കഥ? ഈ കഥയുടെ ധാർമ്മികത ഇതാണ്: ആരോഗ്യകരമായ ഭക്ഷണം നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും നല്ലതാണ്. ജങ്ക് ഫുഡ് നിങ്ങളുടെ ആരോഗ്യത്തിനും ഒപ്പം തന്നെ നിങ്ങളുടെ സന്തോഷത്തിനും ഹാനികരമാണ്. നല്ല ഭക്ഷണം കഴിക്കുക, ഫിറ്റായിരിക്കുക. നിങ്ങൾ എല്ലാവരും ഈ കഥ ആസ്വദിച്ചുവെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത സ്റ്റോറിയിലേക്ക് പോകാം. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. കൂടാതെ ലൈക്ക് ബട്ടൺ അമർത്തി ഈ വീഡിയോ ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് ആസ്വദിക്കൂ. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഇന്നത്തെ കഥ ഇതാണ്: റിക്കി, എലിയും ഒരു ജീൻസും. റിക്കി ഒരു വലിയ നഗരത്തിൽ ജീവിച്ചിരുന്ന ഒരു എലിയായിരുന്നു. ഭക്ഷണവും വിനോദവും തേടി തെരുവുകളും ഇടവഴികളും പര്യവേക്ഷണം ചെയ്യാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടു. ഒരു ദിവസം ആരോ വലിച്ചെറിഞ്ഞ ഒരു ജോഡി ജീൻസ് അവൻ കണ്ടെത്തി. അവ നീലയും തിളക്കവും ദ്വാരങ്ങളും പാച്ചുകളും ഉള്ളവയായിരുന്നു. അവ വളരെ രസകരമാണെന്ന് കരുതിയ റിക്കി അവ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ജീൻസിനുള്ളിലേക്ക് ഞെക്കിപ്പിടിച്ചു കയറി. അവന് സ്വയം അഭിമാനം തോന്നി. അവൻ തന്റെ പുതിയ വസ്ത്രം കാണിച്ചുകൊണ്ട് നഗരം ചുറ്റി നടന്നു. അവൻ അവന്റെ സുഹൃത്തുക്കളെ കണ്ടുമുട്ടി. എല്ലാവരും അവന്റെ ജീൻസിനെ അഭിനന്ദിച്ചു. അവൻ ഒരു മനുഷ്യനെപ്പോലെ കാണപ്പെടുന്നു. അവൻ വളരെ ധീരനും മിടുക്കനുമാണെന്ന് അവർ പറഞ്ഞു. റിക്കിക്ക് വളരെ സന്തോഷവും ആത്മവിശ്വാസവും തോന്നി. എന്നാൽ താമസിയാതെ ജീൻസ് അത്ര സുഖകരമല്ലെന്ന് അയാൾക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു. അവ വളരെ ഇറുകിയതും ഭാരമുള്ളതുമായിരുന്നു. അവ അവനെ ചൂടും ചൊറിച്ചിലും അനുഭവിപ്പിച്ചു. അവ അവന്റെ വേഗത കുറയ്ക്കുകയും അവനു ഓടാനും ചാടാനും ബുദ്ധിമുട്ടാക്കി. മൃദുവും ഭാരം കുറഞ്ഞതും തനിക്ക് തികച്ചും അനുയോജ്യവുമായ തന്റെ പഴയ രോമക്കുപ്പായം അയാൾക്ക് നഷ്ടമാകാൻ തുടങ്ങി. ജീൻസ് അനാവശ്യ ശ്രദ്ധ ആകർഷിക്കുന്നതും അദ്ദേഹം ശ്രദ്ധിച്ചു. ചില മനുഷ്യർ അവനെ കണ്ടു പിന്തുടരാൻ ശ്രമിച്ചു. അവൻ ഒരു വിചിത്ര എലിയാണെന്ന് അവർ കരുതി, അല്ലെങ്കിൽ ഒരുപക്ഷേ ഒരു കളിപ്പാട്ടം ആവാമെന്നും. ചില പൂച്ചകൾ അവനെ കണ്ടു അവനെ ഓടിക്കാൻ ശ്രമിച്ചു. അവൻ ഒരു രുചിയുള്ള എലിയോ ആണെന്ന് അവർ കരുതി. റിക്കിക്ക് ഓടി ഒളിക്കേണ്ടി വന്നു. അവൻ വളരെ ഭയപ്പെട്ടു തളർന്നു. ഇതിൽ കൂടുതൽ ജീൻസിന് വിലയില്ലെന്നു അവനു മനസ്സിലായി. അവ അവനെ സന്തോഷിപ്പിച്ചില്ല, അവനെ സങ്കടപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. അവ എടുത്ത് എറിയാൻ അവൻ തീരുമാനിച്ചു. പിന്നീട് അയാൾക്ക് ആശ്വാസവും സ്വാതന്ത്ര്യവും തോന്നി. അവൻ തന്റെ വീട്ടിലേക്ക് ഓടി. അവൻ വീണ്ടും സുഹൃത്തുക്കളെ കണ്ടുമുട്ടി. അവർ അവനെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു. അവൻ തന്നെപ്പോലെയാണ് കാണപ്പെടുന്നതെന്നും അദ്ദേഹം ഇപ്പോഴും ധീരനും മിടുക്കനുമാണെന്നും അവർ പറഞ്ഞു. റിക്കിക്ക് വളരെ സന്തോഷവും ആത്മവിശ്വാസവും തോന്നി. അന്ന് അവൻ വിലപ്പെട്ട ഒരു പാഠം പഠിച്ചു. താൻ ആരാണെന്നതിൽ അഭിമാനിക്കണമെന്നും മറ്റൊരാളാകാൻ ശ്രമിക്കരുതെന്നും അവൻ പഠിച്ചു. പുറം ഭാവങ്ങൾ പ്രധാനമല്ലെന്നും സന്തോഷം ഉള്ളിൽ നിന്നാണ് വരുന്നതെന്നും അദ്ദേഹം മനസ്സിലാക്കി. ഏറ്റവും നല്ല വസ്ത്രങ്ങൾ അവന് നന്നായി ചേരുന്നവയാണെന്ന് അവൻ മനസ്സിലാക്കി. അവനെ സ്നേഹിക്കുന്നവരാണ് ഏറ്റവും നല്ല സുഹൃത്തുക്കൾ. താൻ ആരാണെന്നതിൽ ഒരാൾ അഭിമാനിക്കണം, മറ്റൊരാളാകാൻ ശ്രമിക്കരുത് എന്നതാണ് കഥയുടെ ധാർമ്മികത. നിങ്ങൾക്ക് ഈ കഥ ആസ്വദിച്ചുവെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത സ്റ്റോറിയിലേക്ക് പോകാം. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. കൂടാതെ ലൈക്ക് ബട്ടൺ അമർത്തി ഈ വീഡിയോ ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് ആസ്വദിക്കൂ. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഇന്നത്തെ കഥ ഇതാണ്: 3 എലികളും ചീസും. പണ്ട് ഒരു വലിയ വീട്ടിൽ 3 എലികൾ താമസിച്ചിരുന്നു. അവർക്ക് റെമി, ജെറി, മിക്കി എന്ന് പേരിട്ടു. അവർ എപ്പോഴും വിശപ്പുള്ളവരും എപ്പോഴും ഭക്ഷണവും തേടുന്നവരായിരുന്നു. ഒരു ദിവസം അവർക്ക് അടുക്കളയിൽ നിന്ന് രുചികരമായ എന്തോ മണം അനുഭവിച്ചു. നോക്കിയപ്പോൾ മേശപ്പുറത്ത് ഇരിക്കുന്ന ഒരു വലിയ ചീസ് ആയിരുന്നു അത്. അവർ പോയി എങ്ങനെയെങ്കിലും എടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു.
ടോം എന്ന വലിയ പൂച്ചയാണ് ആ ചീസ് സംരക്ഷിച്ചിരുന്നത്. അവൻ മേശയ്ക്കടുത്തുള്ള കസേരയിൽ തന്നെ ഉറങ്ങുന്നുണ്ടായിരുന്നു. അവനെ ഉണർത്തിയാൽ അവൻ തങ്ങളെ ഓടിച്ചിട്ട് പിടിക്കാൻ ശ്രമിക്കുമെന്ന് എലികൾക്ക് അറിയാമായിരുന്നു. അങ്ങനെ അവർ ഒരു പദ്ധതി തയ്യാറാക്കി. റെമി പറഞ്ഞു, മുറിയുടെ മറുവശത്ത് കുറച്ച് ബഹളം ഉണ്ടാക്കി ഞാൻ ടോമിന്റെ ശ്രദ്ധ തിരിക്കും. ജെറി, നീ ഓടിച്ചെന്ന് ചീസ് പിടിക്കൂ. മിക്കി, നീ ജെറിക്കായി കാത്തിരിക്കുകയും ചീസ് നമ്മുടെ ദ്വാരത്തിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുകയും ചെയ്യുക. അപ്പോൾ അത് മറ്റു എലികൾ സമ്മതിച്ചു. അവർ എല്ലാവരും അവരുടെ സ്ഥാനങ്ങളിലേക്ക് പോയി. ഉറക്കെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് റെമി ചില പാത്രങ്ങളും മറ്റും തട്ടാൻ തുടങ്ങി. ടോം ഉണർന്നു. റെമി ഓടിപ്പോകുന്നത് കണ്ടു. എളുപ്പം പിടിക്കാം എന്ന് കരുതി അയാൾ അവനെ പിന്തുടർന്നു. അതിനിടയിൽ ജെറി മേശയിലേക്ക് ഓടിക്കേറി ചീസ് എടുത്തു. അവൻ പ്രതീക്ഷിച്ചതിലും ഭാരമുണ്ടായിരുന്നെങ്കിലും അയാൾ അത് ഉയർത്തി. തന്നെ കാത്തുനിന്ന മിക്കിയുടെ അടുത്തേക്ക് അവൻ തിരിച്ചു ഓടി. അവർ രണ്ടുപേരും ഒരുമിച്ച് ചീസ് കൊണ്ടുപോയി. പക്ഷേ അത് അവർക്ക് വളരെ ഭാരമായിരുന്നു. അവർ ചീസ് നീക്കാൻ പാടുപെട്ടു. അപ്പോഴേക്കും അത് ടോമിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ടോം ശബ്ദം കേട്ട് താൻ കബളിപ്പിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കി. അവൻ റെമിയെ വിട്ടു മേശയിലേക്ക് ഓടി. ചീസുമായി ജെറിയെയും മിക്കിയെയും കണ്ട അയാൾ അവരുടെ മേൽ കുതിച്ചു. എലികൾ ചീസ് ഉപേക്ഷിച്ച് പ്രാണക്ഷാർത്ഥം ഓടി. ടോം അവരെക്കാൾ വേഗതയുള്ളവനായിരുന്നു. അവൻ അവരെ പിടികൂടി. എന്നാൽ റെമി അവരുടെ രക്ഷയ്ക്കെത്തി. അവൻ ഒരു കുരുമുളക് ഷേക്കർ ടോമിന് നേരെ എറിഞ്ഞു. അപ്പോൾ ടോം തുമ്മുന്നു. എലികൾ ഈ അവസരം ഉപയോഗിച്ച് രക്ഷപ്പെട്ട് അവയുടെ ദ്വാരത്തിൽ എത്തി. അങ്ങനെ അവർ സുരക്ഷിതരായിരുന്നു. പക്ഷേ അവർക്ക് ചീസ് നഷ്ടപ്പെട്ടു. അവർക്ക് വിശപ്പും സങ്കടവുമായിരുന്നു. തങ്ങൾ അത്യാഗ്രഹികളും വിഡ്ഢികളുമായിരുന്നുവെന്ന് അവർ മനസ്സിലാക്കി. അവർ ടോമുമായി ചീസ് പങ്കിട്ടിരിക്കണം, അല്ലെങ്കിൽ ഒരു ചെറിയ കഷണം ഭക്ഷണത്തിനായി നോക്കണം. അവർ അപ്പോൾ ഒരു പാഠം പഠിച്ചു. ഭാവിയിൽ കൂടുതൽ ശ്രദ്ധയോടെയും സഹകരിച്ചും പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ടോം തങ്ങളോട് ക്ഷമിക്കുമെന്നും എന്നെങ്കിലും തങ്ങളുടെ സുഹൃത്താകുമെന്നും അവർ പ്രതീക്ഷിച്ചു. നമ്മോടും മറ്റുള്ളവരോടും ബഹുമാനവും ദയയും ക്ഷമയും കാണിക്കാൻ ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. പങ്കിടൽ, ടീം വർക്ക്, സത്യസന്ധത എന്നിവയുടെ പ്രാധാന്യവും ഇത് കാണിക്കുന്നു. നാം അത്യാഗ്രഹികളും സ്വാർത്ഥരും വഞ്ചകരും ആയിരിക്കരുത്, കാരണം അവ കുഴപ്പത്തിലേക്കും നഷ്ടത്തിലേക്കും നയിച്ചേക്കാം. നമ്മുടെ പ്രവൃത്തികളുടെ അനന്തരഫലങ്ങളെക്കുറിച്ച് നാം ബോധവാന്മാരാകുകയും നമ്മുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുകയും വേണം. എങ്ങനുണ്ട് കൂട്ടുകാരെ ഈ കഥ? അവസാനം നിങ്ങൾ കഥ ആസ്വദിച്ചുവെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത സ്റ്റോറിയിലേക്ക് പോകാം. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. കൂടാതെ ലൈക്ക് ബട്ടൺ അമർത്തി ഈ വീഡിയോ ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് ആസ്വദിക്കൂ. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഇന്നത്തെ കഥ ഇതാണ്. ദി ടോക്കിംഗ് സ്പീക്കേഴ്സ്. പണ്ട് 2 സ്പീക്കറുകൾ ഒരു സംഗീത സ്റ്റോറിൽ വിൽപ്പനക്കായി ഉണ്ടായിരുന്നു. അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു, പരസ്പരം എപ്പോഴും സംസാരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. സ്റ്റോർ സന്ദർശിക്കുന്ന ഉപഭോക്താക്കൾക്ക് സംഗീതം പ്ലേ ചെയ്യാനും അവർ ഇഷ്ടപ്പെട്ടു. ഒരു ദിവസം ഒരു പുതിയ സ്പീക്കർ കടയിൽ വന്നു. അവൻ മറ്റ് സ്പീക്കറുകളേക്കാൾ വലുതും ഉച്ചത്തിലുള്ളതുമായിരുന്നു. അവൻ വളരെ അഹങ്കാരിയും സ്വാർത്ഥനുമായി കാണപ്പെട്ടു. അദ്ദേഹം മറ്റ് സ്പീക്കറുകളോട് പറഞ്ഞു, ഹലോ, ഞാൻ ലോകത്തിലെ ഏറ്റവും മികച്ച സ്പീക്കറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സംഗീതവും എനിക്ക് പ്ലേ ചെയ്യാൻ സാധിക്കും. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ എനിക്ക് കഴിയും. നിങ്ങൾ എല്ലാവരും എന്നെക്കാളും ചെറുതും ദുർബലവുമാണ്. നിങ്ങൾക്ക് എന്നെ താരതമ്യം ചെയ്യാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് മറ്റ് സ്പീക്കർസിന് വേദനയും ദേഷ്യവും തോന്നി. അവനെ അവഗണിക്കാനും തങ്ങളുടെ സൗഹൃദം തുടരാനും അവർ തീരുമാനിച്ചു. അവർ പരസ്പരം പറഞ്ഞു, നമുക്ക് അവനെ ആവശ്യമില്ല, നമ്മൾ പരസ്പരം എപ്പോഴും ഉണ്ടാവും. അവന് കഴിയുന്നതുപോലെ നമുക്ക് സംഗീതം പ്ലേ ചെയ്യാം. പിറ്റേന്ന് ഒരു കസ്റ്റമർ കടയിൽ വന്നു. വീട്ടിലേക്ക് ഒരു സ്പീക്കർ വാങ്ങാൻ അയാൾ ആഗ്രഹിച്ചു. അവൻ വിവിധ സ്പീക്കറുകൾ നോക്കി സ്റ്റോർ ഉടമയോട് ചോദിച്ചു, ഏതാണ് മികച്ചത്? സ്റ്റോർ ഉടമ പറഞ്ഞു, സർ, അവയെല്ലാം നല്ലതാണ്, എന്നാൽ ആ വലുത് ഏറ്റവും പുതിയതും ഏറ്റവും ചെലവേറിയതുമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സംഗീതവും അദ്ദേഹത്തിന് പ്ലേ ചെയ്യാൻ കഴിയും, മാത്രമല്ല എല്ലാവരെയും സന്തോഷിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിയും. ഉപഭോക്താവ് പറഞ്ഞു, ശരിക്കും? ഞാൻ ഒന്ന് കേട്ടു നോക്കിക്കോട്ടെ. സ്റ്റോർ ഉടമ പറഞ്ഞു, തീർച്ചയായും, ഈ ബട്ടൺ അമർത്തുക. ഉപഭോക്താവ് ബട്ടൺ അമർത്തി. പുതിയ സ്പീക്കർ സംഗീതം പ്ലേ ചെയ്യാൻ തുടങ്ങി. അവൻ വളരെ ഉച്ചത്തിൽ, വളരെ വേഗത്തിൽ പാടി. അവൻ പറഞ്ഞു, ഞാൻ പറയുന്നത് കേൾക്കൂ,
ഞാൻ ലോകത്തിലെ ഏറ്റവും മികച്ച സ്പീക്കറാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സംഗീതവും എനിക്ക് പ്ലേ ചെയ്യാം, എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ എനിക്ക് കഴിയും. നിങ്ങൾ എന്നെ വാങ്ങണം, നിങ്ങൾ ഒരിക്കലും ഖേദിക്കേണ്ടിവരില്ല. ഉപഭോക്താവ് കുറച്ചുനേരം ശ്രദ്ധിച്ചു. പക്ഷേ അയാൾക്ക് മതിപ്പുണ്ടായില്ല. അദ്ദേഹം പറഞ്ഞു, ഈ സ്പീക്കർ വളരെ ബഹളമയവും ഒത്തിരി ഒച്ചവയ്ക്കുന്നവനും ആണ്. അവൻ സംഗീതം പ്ലേ ചെയ്യുന്നില്ല, അവൻ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്നു. എനിക്ക് അവനെ ഇഷ്ടമല്ല. ഉപഭോക്താവ് മറ്റ് സ്പീക്കറുകളിലേക്ക് നോക്കി സ്റ്റോർ ഉടമയോട് ചോദിച്ചു, ഇവ രണ്ടിനും എന്താണ്? എനിക്ക് കേൾക്കാമോ? സ്റ്റോർ ഉടമ പറഞ്ഞു, തീർച്ചയായും. ഈ ബട്ടൺ അമർത്തുക. ഉപഭോക്താവ് ബട്ടൺ അമർത്തി. 2 സ്പീക്കറുകളും സംഗീതം പ്ലേ ചെയ്യാൻ തുടങ്ങി. അവർ സൗമ്യമായും ലളിതമായും പാടി. അവർ പറഞ്ഞു, ഹലോ, ഞങ്ങൾ സംഗീതം ഇഷ്ടപ്പെടുന്ന സ്പീക്കറുകളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സംഗീതവും ഞങ്ങൾ പ്ലേ ചെയ്യാം. ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാം. ഞങ്ങൾ ഏറ്റവും മികച്ചവരല്ല, പക്ഷേ ഞങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളാണ്. ഉപഭോക്താവ് കുറച്ചുനേരം ശ്രദ്ധിച്ചു. അവൻ വളരെ സന്തോഷിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ സ്പീക്കറുകൾ അതിശയകരമാണ്. അവർ സംഗീതം പ്ലേ ചെയ്യുന്നു, ബഹളം മാത്രമല്ല, അവർ വിനയവും സൗഹൃദവുമാണ്. എനിക്ക് അവരെയാണ് ഇഷ്ടമായത്. ഉപഭോക്താവ് 2 സ്പീക്കറുകളും വാങ്ങാൻ തീരുമാനിച്ചു. അവ വീട്ടിലേക്ക് കൊണ്ടുപോയി. 2 സ്പീക്കറുകളും വളരെ സന്തോഷിച്ചു. അവർ പറഞ്ഞു, നന്ദി ഉപഭോക്താവേ. ഞങ്ങൾ നിങ്ങൾക്കായി എല്ലാ ദിവസവും സംഗീതം പ്ലേ ചെയ്യും. പുതിയ സ്പീക്കർ വളരെ സങ്കടപ്പെട്ടു. അവൻ പറഞ്ഞു, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ ലോകത്തിലെ ഏറ്റവും മികച്ച സ്പീക്കറാണ്. എന്തുകൊണ്ടാണ് അവൻ എന്നെ വാങ്ങാത്തത്? കടയുടമ പറഞ്ഞു, നിങ്ങൾ എല്ലാം തെറ്റ് ചെയ്തു. നിങ്ങൾ വളരെ ഉച്ചത്തിൽ അഹങ്കാരിയായിരുന്നു. നിങ്ങൾ സംഗീതം പാടുകയായിരുന്നില്ല, നിങ്ങൾ ബഹളം വെച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ ആരെയും സന്തോഷിപ്പിച്ചില്ല, അവരെ ശല്യപ്പെടുത്തി. നിങ്ങൾ നല്ല സ്പീക്കർ ആകാൻ പഠിക്കേണ്ടതുണ്ട്. മറ്റ് സ്പീക്കറുകളെപ്പോലെ വിനയാന്വിതരും സൗഹാർദ്ദവുമാകണം. എങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളെ വാങ്ങിയേക്കാം. പുതിയ സ്പീക്കർക്ക് തന്റെ തെറ്റ് മനസ്സിലായി. അവൻ പറഞ്ഞു, ക്ഷമിക്കണം, എനിക്ക് തെറ്റുപറ്റി. ഞാൻ മാറാൻ ശ്രമിക്കാം. ശബ്ദമല്ല, സംഗീതം പാടാൻ എന്നെ പഠിപ്പിക്കാമോ? കടയുടമ പറഞ്ഞു, തീർച്ചയായും, ഞാൻ നിങ്ങളെ സഹായിക്കും. പക്ഷേ നിങ്ങൾ കേട്ട് പഠിക്കണം. പുതിയ സ്പീക്കർ പറഞ്ഞു, ഞാൻ കേട്ട് പഠിക്കും. എനിക്ക് അവസരം തന്നതിന് നന്ദി. സ്റ്റോർ ഉടമ പറഞ്ഞു, നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ ഉടൻ സന്തോഷം കണ്ടെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയ സ്പീക്കർ ശബ്ദമല്ല, സംഗീതം പ്ലേ ചെയ്യാൻ പഠിക്കാൻ തുടങ്ങി. വിനയവും സൗഹൃദവും എങ്ങനെയായിരിക്കണമെന്നും അദ്ദേഹം പഠിച്ചു. എന്നെങ്കിലും തന്നെ സ്നേഹിക്കുന്ന ഒരു ഉപഭോക്താവിനെ കണ്ടെത്തി വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് അവൻ പ്രതീക്ഷിച്ചു. ഒച്ചയും അഹങ്കാരവും ഉള്ളതിനേക്കാൾ എളിമയും സൗഹൃദവും പ്രധാനമാണ് എന്നതാണ് കഥയുടെ ധാർമ്മികത. അതേസമയം മികച്ചവനാണെന്ന് വീമ്പിളക്കിയ പുതിയ സ്പീക്കർ ഒറ്റയ്ക്കും അസന്തുഷ്ടനുമായി. നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കളെ വിലമതിക്കാൻ കഥ നമ്മെ പഠിപ്പിക്കുന്നു. മറ്റുള്ളവരെ അവരുടെ രൂപം നോക്കി വിലയിരുത്തരുത്. എങ്ങനുണ്ട് കൂട്ടുകാരെ ഈ സ്പീക്കറുകളുടെ കഥ? നിങ്ങൾ കഥ ആസ്വദിച്ചുവല്ലോ. നമുക്ക് അടുത്ത സ്റ്റോറിയിലേക്ക് പോകാം. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. കൂടാതെ ലൈക്ക് ബട്ടൺ അമർത്തി ഈ വീഡിയോ ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് ആസ്വദിക്കൂ.